പ്രൈസ് ദി ലോർഡ്. 104-ാം സങ്കീർത്തനം 20-ാം വാക്യം. യഹോവ ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു, വന്യമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. ബാലസിംഹങ്ങളും തൻ്റെ ഇരയ്ക്കായി അലറുന്നു, അവയും ദൈവത്തോട് തൻ്റെ ആഹാരം ചോദിക്കുന്നു. എന്നാൽ സൂര്യൻ ഉദിക്കുന്നു, ഇരുൾ മാറുന്നു, വന്യമൃഗങ്ങൾ മടങ്ങി സുസ്ഥാനത്തേക്ക് തൻ്റെ ഗുഹകളിലേക്ക് മടങ്ങിപ്പോകുന്നു. മനുഷ്യർ തൻ്റെ പണിക്കായി പുറപ്പെടുന്നു, സന്ധ്യ വരെയുള്ള തൻ്റെ വേലയ്ക്കായി തന്നെ. ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൻ്റെ ചിത്രമാണ് ഈ ദൈവവചന ഭാഗം. ഇരുളുണ്ടാകുമ്പോൾ വന്യമൃഗങ്ങൾ സഞ്ചാരം തുടങ്ങുന്നു. ഇരുളെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരു ഭക്തൻ ദൈവത്തോടടുത്തിരിക്കുമ്പോൾ ദൈവീയ പ്രകാശത്തിൽ നിൽക്കുന്നു. പ്രാർത്ഥനാ ജീവിതം കുറയുമ്പോൾ, ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുമ്പോൾ ജീവിതത്തിൽ ഇരുൾ കയറി വരുന്നു. ഇരുളുണ്ടായാൽ പിന്നെ നാം ഫേസ് ചെയ്യുന്നത് വന്യമൃഗങ്ങളെയാണ്. വന്യമൃഗങ്ങൾ കടന്നു വരുന്നത് ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുവാനോ അവർക്ക് ഉപകാരമായി തീരുവാനോ അല്ല. വന്യമൃഗങ്ങൾ കടന്നു വരുന്നത് മനുഷ്യനെ ഉപദ്രവിക്കുവാനാണ്. മനുഷ്യനെ ഉപദ്രവിക്കും. ഏതെല്ലാം രീതിയിലാണ് വന്യമൃഗങ്ങൾ മനുഷ്യനെ ഉപദ്രവിക്കും? അത് രോഗമായി, കഷ്ടമായി, ദുഃഖമായി, സങ്കടമായി, സമാധാനമില്ലായ്മയായി, അനവധി പ്രതികൂല സാഹചര്യങ്ങളുമായി ഈ വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങൾ നമുക്കുണ്ടാകുകയാണ്. എന്നാൽ ദൈവം തൻ്റെ ഭക്തന്മാരെ ഒരിക്കലും കൈവിടുകയില്ല. സൂര്യൻ ഉദിക്കുന്ന ഒരു ദിനമുണ്ടായി. ഉദയസൂര്യനായ ക്രിസ്തു ഉദിച്ചു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആ പ്രാർത്ഥനാ ജീവിതത്തെ വീണ്ടെടുത്ത് ദൈവവുമായുള്ള ബന്ധത്തെ വീണ്ടെടുത്ത് കഴിയുമ്പോൾ പ്രകാശം ഉദിക്കപ്പെടുന്നു. പ്രകാശത്തിന് മുമ്പിൽ വന്യമൃഗങ്ങൾക്ക് നിൽക്കുവാൻ സാധ്യമല്ല. അവ സ്വസ്ഥാനത്തേക്ക് മടങ്ങിപ്പോകുന്നു, തൻ്റെ ഗുഹകളിലേക്ക് മടങ്ങിപ്പോകുന്നു. അപ്പോൾ മനുഷ്യൻ തൻ്റെ പ്രവൃത്തി ആരംഭിക്കുക. എപ്പോൾ വരെയാണ് മനുഷ്യന്റെ പ്രവൃത്തി? സന്ധ്യ വരെ എന്ന് വെച്ചാൽ മനുഷ്യന്റെ മരണം വരെ അല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാം വരവ് വരികയും മനുഷ്യൻ തന്റെ പണിക്കായി പുറപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ ഉഷസ്സിൽ ദൈവത്തിന്റെ ആത്മാവിന് സംസാരിപ്പാനുള്ളത് ഈ ദൈവീയ പ്രകാശത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത്? ഈ ദൈവീയ പ്രകാശത്തിലാണെങ്കിൽ സന്ധ്യ വരെയുള്ള വേലയ്ക്കായി നാം ജാഗ്രതരായി തീർന്നു, ഒരുക്കപ്പെട്ടവരായി തീർന്നു. അല്ല, ഇരുളിന്റെ അനുഭവത്തിലാണോ ഇപ്പോൾ കഴിയുന്നതെങ്കിൽ വന്യമൃഗങ്ങൾ നമ്മെ വല്ലാതെ ഉപദ്രവിക്കും. അതുകൊണ്ട് പ്രിയരെ, ദൈവത്തിന്റെ ആത്മാവ് രാവിലെ സമയം പ്രബോധിപ്പിക്കുന്നു, കർത്താവിന്റെ വെളിച്ചത്തിലേക്ക് മടങ്ങി വരിക. യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ക്രിസ്തുവേശുവിന്റെ വെളിച്ചത്തിൽ നടക്കുന്ന ഒരുവനും ഇരുളിൽ സഞ്ചരിപ്പാനോ ഇരുളിന്റെ വ്യാപാരങ്ങൾ അതിക്രമിക്കുവാനോ ദൈവം അനുവദിക്കുകയില്ല. രാവിലെ സമയം ഇരുളിന്റെയും അന്ധതമസിനെയും മാറ്റി ഉദയസൂര്യനായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉദിക്കുവാൻ, നമ്മുടെ ഭവനത്തിൽ ഉദിക്കുവാൻ, നാമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഉദിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.